നമസ്കാരം. കൊല്ലം ജില്ലയിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ വിജയിക്കും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ഭാര്യ ഡോക്ടർ എസ് ഗീത ജീവിതത്തിലും രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്നും LDFിൽ നിന്നും UDFിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റം നല്ല തീരുമാനമാണെന്നും അദ്ദേഹം RSPയിൽ നിന്നും ഇതുവരെ പിന്മാറിയിട്ടില്ലെന്നും ഭാര്യ മറുനാടനോട് പ്രതികരിച്ചു. താനൊരു ഈശ്വര ഭക്തയാണെന്നും ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും അഭിപ്രായം പ്രകടിപ്പിച്ചു. അതേസമയം അഴിമതി ആരോപണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് മനഃപൂർവ്വം കരിവാരിത്തേക്കുന്നതിനായി പൊക്കിക്കൊണ്ടുവരുന്നതാണ് ഈ സംഘി ആരോപണങ്ങളെന്നും ഡോക്ടർ എസ് ഗീത പ്രതികരിച്ചു. മറുനാടൻ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലേക്ക്. അദ്ദേഹം LDFിൽ നിന്ന് UDFിലോട്ട് മാറിയതേ ഉള്ളൂ. അദ്ദേഹം RSPയിൽ നിന്ന് എങ്ങും പോയില്ല. അന്നും ഇന്നും RSPയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഞങ്ങളുടെ ഇത് മാറുന്നില്ല. RSPയിൽ തന്നെയാണ്. പക്ഷേ ആ RSP UDFിലോട്ട് പോയി എന്നുള്ളതേ ഉള്ളൂ. ഒരു ഈശ്വര ഭക്തയാണല്ലോ. അതെ. അപ്പോൾ തീർച്ചയായും ശബരിമല വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഒരു തികഞ്ഞ ദൈവവിശ്വാസി തന്നെയാണ്. ഈ പറയുന്ന 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ ശബരിമല കയറേണ്ട ആവശ്യമില്ല എന്ന് ഉറച്ച തീരുമാനമുള്ള ഒരു വ്യക്തി തന്നെയാണ്. കാരണം സ്ത്രീകളെ പ്രവേശിക്കില്ല എന്നവിടെ പറയുന്നില്ല. സ്ത്രീകൾക്ക് പ്രവേശിക്കാം. അത് 10നും 50നും ഇടയ്ക്ക്. അത് ശബരിമലയിൽ മാത്രമല്ല, കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. ആര്യങ്കാവിൽ അമ്പലത്തിലുണ്ട്. ആര്യങ്കാവിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. കണ്ണൂർ രാജരാജേശ്വര ക്ഷേത്രമുണ്ട്. അവിടെ രാത്രി 8:30-ക്ക് ശേഷം മാത്രമേ സ്ത്രീകളെ കയറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആചാരം നിലനിൽക്കെ ആ ആചാരം മാറ്റിക്കൊണ്ട് വേറൊരു ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്. വെറുതെ അതല്ല കേരളത്തിലെ വിഷയം. അപ്പോൾ സ്ത്രീകൾ ശബരിമലയിൽ കയറുന്ന എന്നുള്ളൊരു അതല്ല വലിയ വിഷയം. അതിനേക്കാൾ വലിയ വലിയ വിഷയങ്ങൾ. മുന്നണി മാറ്റ വിഷയം പറയുവാണെങ്കിൽ അദ്ദേഹം LDF വിട്ട് UDFിലേക്ക് മാറിയത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ശബരിമല വിഷയം വന്ന സമയത്താണ്. അദ്ദേഹം LDFിലായിരുന്നെങ്കിൽ എൻ്റെ ശബരിമല വിഷയത്തിലെ ഈ നിലപാട് എനിക്ക് എങ്ങനെ പുറത്ത് കാണിക്കാൻ പറ്റും എന്ന് ഒരു വലിയ പ്രതിസന്ധിയിലായേനെ. ഇപ്രാവശ്യം മീനമാസം 1-ാം തീയതി ആയതാരും അറിഞ്ഞില്ല. ശബരിമല തുറന്നതാരും അറിഞ്ഞില്ല. പോലീസ് അറിഞ്ഞില്ല. സർക്കാർ അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ല. മീനമാസം വന്നു, 1-ാം തീയതി വന്നു. അന്ന് കയറാൻ നവോത്ഥാന നായികമാരും സ്ത്രീകളും ആരും അവിടെ എത്തിയില്ല. അപ്പോൾ എന്തായിരുന്നു ഈ ശബരിമല വിഷയം ഇത്രമാത്രം ഇതാക്കി കാണിക്കേണ്ടതെന്ന് ഞങ്ങൾക്കിപ്പോഴും മനസ്സിലാകുന്നില്ല.